സഹോദരങ്ങളെ, മന്നൊന്തരങ്ങളായി നാം അനുഭവിച്ച ദൈവസ്നേഹം, തലമുറകളായി പകർന്നു കിട്ടിയ ആ കാരുണ്യക്കടൽ, കൃപ, കാരുണ്യവർഷം 2016 കരുണയുടെ വർഷമായി സഭ പ്രഖ്യാപിച്ചപ്പോൾ കർത്താവ് ആഗ്രഹിച്ചത് എന്തായിരുന്നു? ദൈവകാരുണ്യം ചിന്തുന്ന ആ നീർച്ചാലുകൾ മറ്റുള്ളവരിലേക്ക് പകരാൻ, അത് നമ്മിൽ നിലനിർത്താൻ. അതെ, കർത്താവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാരുണ്യം നമ്മിൽ നിന്ന് മറ്റുള്ളവനിലേക്ക് ഒഴുകിയാലേ ആ കരുണയ്ക്ക് ജീവനുള്ളൂ. ജെറൂസലേമിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ജലസ്രോതസ് 2 കടലുകളിൽ പതിക്കുന്നു. മെഡിറ്ററേനിയൻ കടലാകട്ടെ മത്സ്യസമ്പത്തും ജീവനും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതേ വെള്ളം ചാവുകടലിൽ ജീവനറ്റതായി മാറി. അതൊരു സത്യം മാത്രം. പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹം, കരുണ, മുറിക്കപ്പെടുന്ന, പകുത്തു നൽകുന്ന കരുണയുടെ തെളിനീരിന് ചാവുകടലിനെയും ജീവനുള്ളതാക്കി മാറ്റാൻ പറ്റുമെന്ന സത്യം ഈ കൊച്ചു കലാരൂപത്തിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനകളോടെ സെന്റ് ലൂക്ക് ഗ്രേറ്റർ മത്ര കൂട്ടായ്മ അവതരിപ്പിക്കുന്ന കരുണയുടെ വാതിൽ. മക്കള് വരുന്നതിന് മുമ്പ് ഈ വാതിലിന്റെ പണി ഒന്ന് തീർക്കാൻ ഈ അയ്യപ്പന് അവിടെ പോയി കിടക്കുക. മറിയാമേ, അയ്യപ്പനെ ഞാൻ ഈ വഴി പോകുന്ന കണ്ടോടി. ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഇനി എന്നാ പണിയാ തീരാനുള്ളത്? നിന്റെ പണിയൊക്കെ തീർന്നല്ലോ. അതല്ലടി, കരുണയുടെ വാതിലല്ലയോ. നാലാള് കാണുമ്പോ ഒരു ഗമയൊക്കെ വേണ്ടേ, ഒന്ന് മിനുക്കി എടുക്കണ്ടേ. അതാ അയ്യപ്പൻ വന്നല്ലോ. എടോ അയ്യപ്പ, താരവിടെ പോയി കിടക്കുക. എന്റെ മക്കള് വരുന്നതിന് മുമ്പ് ഈ വാതിലിന്റെ പണിയൊന്ന് തീർത്തു തരാമോ? എന്റെ അവകാശം ചേട്ടാ, പണിയൊക്കെ കഴിഞ്ഞത്. എവിടെ ഒരു മിനിക്കാ പണി കഴിയും. പിന്നെ ഈ സ്റ്റിക്കർ ഒന്നുകൂടി എടുത്ത് പൊട്ടിക്കണം. കരുണയുടെ വാതിൽ റെഡി. എല്ലാരും പണി കിടക്കട്ടെ. വേഗം വേണം. മറിയാമേ, ഇവന് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു നടക്കട്ടെ. അല്ല ചേട്ടാ, ഈ കരുണ കവാടം എന്താ? ഈ കവാടത്തിന്റെ ഇത് ഏത്? അല്ല, അതായത് ഈ വാതില് അതെന്താ വീട്ടിലെ? അതോ എടോ അയ്യപ്പ, സഭ ഈ 2016 കരുണയുടെ വർഷമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചപ്പോ എന്റെ പള്ളിയിൽ ഉണ്ടാക്കിയ ഒരു കരുണ കവാടത്തിൽ കൂടെ ഞാനും മറിയാമയും കടന്നുപോയായിരുന്നു. അന്ന് പക്ഷേ എന്റെ മക്കൾക്കൊന്നും അതിൽ കൂടെ കടക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. ഇന്നിപ്പോ 2016 അങ്ങ് തീരുവ. കാരുണ്യ വർഷം 2016 അങ്ങ് തീരുവ. അപ്പൊ അതിനു മുമ്പ് എന്റെ മക്കൾക്ക് ഈ കവാടത്തിൽ കൂടെ ഒന്ന് കടന്നു പോകണ്ടായോ? അതാ. അല്ല, ഈ മക്കളൊക്കെ ഇപ്പൊ എവിടെയാ? അവരൊക്കെ ഇന്നെങ്കിൽ എത്തുമല്ലേ. മൂത്തവനങ്ങ് മസ്കറ്റിലാ. നല്ല നിലയിലാ. രണ്ടാമത്തവൻ അമേരിക്കയിലാ. എല്ലാവരും കുടുംബസമേതം ഇന്നെങ്കിൽ എത്തും. പക്ഷേ മൂന്നാമൻ മാത്രം തല തിരിഞ്ഞു പോയല്ലോ. എന്താ മൂന്നാമന്? പണ്ട് ഞാൻ ഈ പാവപ്പെട്ട പിച്ചയെടുക്കുന്ന പിള്ളേർക്ക് ഈ വീട്ടുമുറ്റത്ത് സൗജന്യമായി കഞ്ഞി കൊടുക്കുമായിരുന്നു. അന്ന് മൂന്നാമൻ 5ാം തരത്തിൽ പഠിക്കുക. ആ കുരുത്ത കെട്ടവൻ ആ പാവങ്ങളുടെ കഞ്ഞി മണ്ണുവായി
ഞാൻ അന്ന് അവനെ പോതിരെ തന്നെ. എന്റെ മോൻ അന്ന് കരഞ്ഞുകൊണ്ട് ഈ വീട് ഓടിപ്പോയതാണ്. ഇന്ന് വരെ തിരിച്ചു വന്നില്ല. എന്റെ മോനിപ്പോ എവിടെയാണോ എന്തോ. വിഷമിക്കണ്ട ചേട്ടാ, കരുണയുടെ ദൈവം അവരെയും തിരിച്ചു കൊണ്ടുവരും. കുടിച്ചാട്ടെ. ഇത് ഒട്ടിക്കണം അല്ലേ? ആ അപ്പോളേ ചേട്ടാ, ചേട്ടന്റെ കന്നകവാടം റെഡി. കൊള്ളാം അല്ലേ? ആരാ അറിയാമേ? നീ ഒന്നോടാ. നമസ്കാരം. ഈശ്വരിച്ചാക്കി സ്തുതിയായിരിക്കട്ടെ മക്കളെ. സുഖം തന്നെയല്ലേ? അപ്പച്ച, ഈ കരുണയുടെ വാതില് അത് പള്ളിയിലല്ലേ? ഇതെന്താ ഇവിടെ? തെറ്റി, നിനക്ക് തെറ്റി മോനെ. കരുണയുടെ പിള്ളത്തൊട്ടിൽ കുടുംബമാണ് എല്ലാം തുടങ്ങേണ്ടതും. കേട്ടിട്ടില്ലേ? വെളിപാട് 3:8 പറയുന്നു, നിന്റെ മുമ്പിൽ വലിയൊരു വാതിൽ, ആർക്കും കൂട്ടാനാകാത്തൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. യേശുവാണ് ആ വാതിൽ. അത് ശരിയാണ് അപ്പച്ച. അതൊക്കെ പോട്ടെ. ഈ 2016 കരുണയുടെ വർഷമായിട്ട് നിങ്ങൾ മസ്കറ്റിൽ എന്തൊക്കെ ചെയ്തു? ഓ, എന്റെ അപ്പച്ച, മസ്കറ്റിലെ ഞങ്ങളുടെ പള്ളിയിലെ മലയാളം പ്രാർത്ഥനാ കൂട്ടായ്മയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ നടക്കുക. അതിന്റെ ഭാഗമായിട്ട് അവര് വലിയ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ അപ്പച്ച, രാത്രിയും പകലും ഞങ്ങളുടെ പള്ളിയിലെ കോർഡിനേറ്റേഴ്സ് ശല്യം ചെയ്ത കാരണം ഞാനും കൊടുത്തു അപ്പച്ച 5 ലക്ഷത്തിന്റെ ഒരു വീട്. പള്ളിക്കാർ നിർബന്ധിച്ചിട്ട് 5 ലക്ഷം. മോനെ, മനസ്സറിഞ്ഞു കൊടുക്കുന്ന നന്മകൾക്കും കാരുണ്യ പ്രവൃത്തികൾക്കും മാത്രമേ തമ്പുരാന്റെ മുമ്പിൽ കണക്കുള്ളൂ. അന്ന് ജെറുസലേം ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് കർത്താവ് നോക്കിയത് ആ ചെമ്പു നാണയത്തിലേക്കല്ല, അവളുടെ മനസ്സിലേക്കായിരുന്നു. നീ ഒന്നോളാ. മക്കളെ സുഖമാണോ? സന്തോഷമായി. വീട്ടിലേക്ക് കയറുന്നപ്പോൾ ഒരു ദേവാലയത്തിൽ കയറുമെന്ന് കർത്താവിന്റെ കാരുണ്യം ലഭിച്ച നമ്മൾ മറ്റുള്ളവരോടും കരുണ കാണിക്കണം എന്ന് ഓർമ്മിപ്പിക്കുവാൻ വീട്ടിൽ തന്നെ ഒരു കരുണാപാഠം ഉണ്ടാക്കിയത് എന്തുകൊണ്ടെന്ന് അതൊക്കെ പോട്ടെ. എന്തൊക്കെയാ അതിന്റെ അമേരിക്കൻ കാരുണ്യ വിശേഷങ്ങൾ? കേക്കട്ടെ. നമ്മുടെ ഡേവിസ് ചെറുമേൽ അച്ഛൻ അവിടെ ധ്യാനിക്കാൻ വന്നു. അച്ഛന്റെ ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി കർത്താവിന്റെ കാരുണ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഞാനെന്റെ ഒരു കിഡ്നി ദാനം. നന്നായി മോനെ, നന്നായി. ഞാൻ പഠിപ്പിച്ച ദൈവകാരുണ്യം
നിങ്ങൾ പ്രവൃത്തിയിൽ വരുന്നത് കാണുമ്പോ എനിക്ക് സത്യത്തിൽ നിങ്ങളെ കുറിച്ച് അഭിമാനം തോന്നുന്നു മക്കളെ, അഭിമാനം തോന്നുന്നു. അപ്പച്ചാ, ഞങ്ങളൊരു വലിയ ചങ്ങലയാണ്. ഓ. എന്നെ പോലെ അവയവദാനം നടത്തിയ സഹോദരങ്ങളുടെ ഒരു നീണ്ട ചങ്ങല. ഇതാ നോക്കൂ. എന്റെ ജനത ഒരു വലിയ ശക്തിയായി എഴുന്നേറ്റ് നിൽക്കും. കർത്താവിന്റെ കാരുണ്യത്തിന്റെ ശക്തി. മക്കളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ആ അത്തിമരത്തിന്റെ കഥ? പടർന്ന് പന്തലിച്ച് മറ്റു ചെടികളെയൊക്കെ ഞെക്കി ഞെരുങ്ങി പൊക്കം വെച്ച് പച്ച പുതച്ച് നിൽക്കുന്ന ആ വലിയ അത്തിമരം. പക്ഷേ ഫലം കൊടുത്തില്ല, ശപിച്ചു ദൈവം. അത്തിമരം ഉണങ്ങിപ്പോയി. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ നന്മ കൊണ്ട് സമൃദ്ധമായ കുറെ കുടുംബങ്ങൾ. പക്ഷേ ദൈവം തന്ന നന്മ, ആ കൃപ, കാരുണ്യം, അത് പകർന്നു കൊടുക്കാതായാൽ അടുത്ത തലമുറ ഒരു ചാവുകടലായി മാറും. ഒഴുകണം, ഒഴുക്കണം കാരുണ്യത്തിന്റെ ആ നീരുറവ. അതാ എന്താ മക്കളെ, ആരാ നിങ്ങളൊക്കെ? മോൻ കൊണ്ടുവന്നോ? എന്റെ മോനോ? ഏത് മോൻ? അപ്പൂപ്പന്റെ ഓടിപ്പോയ മോൻ. ഞാനാണ് വിളിക്കുന്നത്. അപ്പച്ചന്റെ നഷ്ടപ്പെട്ടു പോയ ആ ദൂരത്തിൽ മോനെ, നീ പോ. തെരുവിന്റെ മക്കളെ കരയിച്ചുകൊണ്ടാണ് പണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇന്ന് ഈ അനാഥമായി ഇവരെയും കൊണ്ടാണ് ഞാൻ തിരിച്ചെത്തിയത്. കരുണയുടെ വാതിൽ യേശുവാണ്. ഞാൻ കണ്ട കരുണയുടെ വാതിൽ ഈ തെരുവിലാണ്, ഈ മക്കളിലാണ്. പക്ഷേ ഇവർക്ക് വേണ്ടി ഞാനൊരു ജീവകാരുണ്യ ശ്രമം നടത്തുന്നു. മോനെ, നീ ഒരു ദൂർത്തപുത്രനല്ലടാ. നീ ദൈവത്തിന്റെ അരുമയാണ്. മക്കളെ, ഇവൻ തിരിച്ചു വന്നു. അറിയാമേ, നമ്മുടെ മോൻ ഈ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കണം. മക്കളെ, നമുക്കിത് ആഘോഷിക്കണം. വാ മക്കളെ, വാ, നിങ്ങളും വാ, എല്ലാവരും വാ, നമുക്കത് ആഘോഷിക്കാം. വരൂ. കരുണയാകണം നീ, കരുണയേകണം, കരുണ
നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. എന്തെന്നാൽ കരുണ കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. നമ്മിലേക്ക് ഒഴുകിയിറങ്ങിയ കരുണ നമ്മളിൽ കെട്ടിക്കിടന്ന് ഒരു ചാവുകടലായി മാറാതെ ഒഴുകട്ടെ. ആ ജീവന്റെ കാരുണ്യത്തിന്റെ നീരുറവകൾ. നന്ദിയോടെ സെന്റ് ലൂക്ക് ഗ്രേറ്റർ മത്ര കൂട്ടായി.